ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഹാർഡ് ഡിസ്കിനെ കുറിച്ചാണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ CD കണ്ടിട്ടില്ലേ, CD അപ്പോൾ ആ ചെറിയൊരു പ്ലേറ്റ് പോലെയുള്ള, അപ്പോൾ ആ CD പോലെ തന്നെ കുറേ ഡിസ്കുകൾ അടുക്കി വെച്ച ഒരു സെറ്റ് പോലെയുള്ള അതൊരു ചെറിയൊരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് അതിനുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഹാർഡ് ഡിസ്ക് ഉള്ളത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് കോട്ടിങ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ കാന്തിക സ്വഭാവം വെച്ചിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ സ്വഭാവമാണ് ഇതിനും, പക്ഷെ അതിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് 20 മെഗാബൈറ്റ് ഡാറ്റ കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ടെറാബൈറ്റ് 16 ടെറാബൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഹാർഡ് ഡിസ്കുകൾ ലഭ്യമാണ്. അതായത് 20 60 ഒരു 40 60 80 120 160 അങ്ങനെ പോയിട്ട് ടെറാബൈറ്റിലെത്തി നിൽക്കുകയാണ് ഇന്ന് ഹാർഡ് ഡിസ്കിൻ്റെ ഡാറ്റ കപ്പാസിറ്റി. അപ്പോൾ അതിൽ നമുക്ക് അത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും ഹാർഡ് ഡിസ്കിൽ. അപ്പോൾ നമ്മൾ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത് മുഴുവൻ സെക്കൻഡറി സ്റ്റോറേജായ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു, നമുക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, CD ഡ്രൈവ് ഉണ്ട്, അതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് ഘടിപ്പിച്ചിട്ടുള്ളത് ഉള്ളിലായിട്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർമനൻ്റായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എൻ്റെ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.